നമസ്കാരം. ഇന്ന് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയാലോ? നമ്മൾ കുക്കീസിലും കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഞാൻ ഇത് നമ്മൾ വെറുതെ കളയുന്ന തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ടാണ്, അതായത് തണ്ണിമത്തൻ്റെ തൊണ്ടുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ടൂട്ടി ഫ്രൂട്ടി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണ്ണിമത്തൻ്റെ തൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അകത്തുള്ള ചുവപ്പ് പാർട്സും അതുപോലെ തന്നെ പുറത്തുള്ള പച്ച പാർട്സൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കണം. അപ്പോൾ അകത്തുള്ള പാർട്സ് കത്തി വെച്ചിട്ടല്ലെങ്കിൽ പീലർ വെച്ചിട്ടായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ പുറത്തുള്ള പാർട്സ് എടുക്കുമ്പോഴാണ് നമ്മൾ കത്തി വെച്ചിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മത്തൻ്റെ ഒക്കെ തോലുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ തോല് പോലെ കുറച്ച് ഹാർഡായിട്ടുള്ള പോർഷനാണ് നമ്മൾ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അകത്തുള്ള പാർട്സ് പീലർ വെച്ചിട്ട് നന്നായിട്ട് കളഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പുറത്തുള്ള ആ പച്ച പാർട്സും നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുക. നമ്മുടെ വൈറ്റ് പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ച പാർട്സ് ഉണ്ടാവാനേ പാടില്ല, മുഴുവനായിട്ടത് ഒന്ന് കളഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ചെറിയൊരു തണ്ണിമത്തൻ്റെ പകുതി ഭാഗമാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇതൊരു 3 കപ്പോളം വരും. അപ്പോൾ ഞാൻ ഇത് അകത്തും പുറത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വളരെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുക. വളരെ തിന്നായിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ കുക്ക് ചെയ്യാൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പാകത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു സൈസിൽ മുറിച്ച് എടുത്താൽ മതി. ബാക്കിയുള്ളതും കൂടി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് മാറ്റി വയ്ക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് വേവാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈ തണ്ണിമത്തൻ്റെ ഈ തോടൊന്ന് പൊങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് പകുതി വേവ്. അപ്പോൾ പകുതി വെന്ത് കിട്ടിയാൽ മതി. കണ്ടില്ലേ, ആ ഒരു വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. തണ്ണിമത്തൻ്റെ ആ വെള്ള കളറൊക്കെ ഏകദേശം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പകുതി വേവ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് പകുതി വേവ് എന്ന് പറയുമ്പോൾ ആ ഒരു വെള്ള കളറൊക്കെ പോയിട്ട് ഇതൊരു ട്രാൻസ്പെറൻ്റ് ആവാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില പഞ്ചസാരയ്ക്ക് മധുരം കുറവായിരിക്കും, അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കുക. അതൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പകുതി വേവിച്ച് വെച്ച ആ തണ്ണിമത്തൻ്റെ തൊണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പഞ്ചസാര ലായനി ഇനി ആ തൊണ്ടുമായിട്ട് നന്നായിട്ട് അതിലോട്ട് ആ തൊണ്ടിലോട്ട് പഞ്ചസാര നന്നായിട്ട് പിടിച്ചു വരണം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തിട്ടുള്ള പരിപാടിയാണ്. ഒരു അരമണിക്കൂറെങ്കിലും ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷുഗർ സിറപ്പോട് കൂടിയിട്ട് തന്നെ നമ്മൾ എത്ര കളറാണോ ചേർക്കുന്നത് അതിനനുസരിച്ചിട്ട് ഓരോരോ ബൗളിലോട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 കളറായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 5 ബൗൾസിലോട്ട് ആ ഷുഗർ സിറപ്പോട് കൂടിയിട്ട് തന്നെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള കളറൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പച്ച, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, കുറച്ച് നീലയും കൂടി ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളറ് ഈ മഞ്ഞൾക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എടുക്കുകയാണെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ 5 കളറും ഞാൻ ഒരു 10-12 മണിക്കൂർ ഇതുപോലെ തന്നെ മാറ്റി വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ കളറൊക്കെ ആ പഞ്ചസാര ലായനിയും എല്ലാം കൂടി ഒന്ന് പിടിച്ച് അതിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് പിറ്റേ ദിവസം. ഇപ്പം ഞാൻ നേരത്തെ ചെയ്തത് രാത്രിയിലായിരുന്നു. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആ ഷുഗർ സിറപ്പ് ആ തൊണ്ടുമായിട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം ആ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തൊണ്ട് മാത്രം നമുക്ക് ഒരു പ്ലേറ്റിലോട്ടോ അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിലോട്ടോ ഇട്ട് കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതുകൊണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ടോ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ആ 5 കളേഴ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് വെയിൽ നന്നായിട്ട് കൊള്ളുന്ന രീതിയിലോട്ട് വെച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ പൊടിയൊക്കെ കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി, നേരിയ കോട്ടൻ്റെ തുണി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല വെയിൽ കൊള്ളിച്ചെടുക്കുക. ഇതിപ്പോൾ 2 ദിവസത്തെ മുഴുവനായിട്ടുള്ള വെയിൽ കൊണ്ടതിന് ശേഷമാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു ദിവസത്തെ വെയിലൊക്കെ തന്നെ കൊണ്ടാൽ മതി. അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന തണ്ണിമത്തൻ്റെ തൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് പപ്പായ വെച്ചിട്ടും ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുക്കീസിലും കേക്കിലും അങ്ങനെ ഏതിലൊക്കെയാണ് ടൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കുന്നത് അതിലൊക്കെ തന്നെ നമുക്ക് ഈ തൊണ്ട് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ തൊണ്ട് വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.